നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്ലേ ഓഫ് പാത്ത് നിങ്ങൾക്ക് അറിയാലോ, 4 പാത്തുകളാണുള്ളത്. ഓരോ പാത്തിലും 4 വീതം ടീമുകളുണ്ട്. ഓരോ പാത്തിൽ നിന്നും ഓരോ ടീമുകൾ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. അതായത് ഓരോ പാത്തിൽ 4 ടീമുകൾ, 2 സെമി ഫൈനൽ, 1 ഫൈനൽ. ആ ഫൈനലിൽ ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന്. അതാണ് രീതി. നമ്മൾ ഓൾറെഡി പലതവണ വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ഇതിൽ വേൾഡ് കപ്പിന് എത്താൻ സാധ്യത കൂടുതൽ ആർക്കാണ്. ESPNൻ്റെ ഒരു പ്രഡിക്ഷനാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇറ്റലി ഉണ്ട്, തുർക്കിയുണ്ട്, വെയിൽസ് ഉണ്ട്. അങ്ങനെ വമ്പന്മാരുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട്. മാത്രമല്ല, ഇതിൽ ജയിക്കുന്നവർ ഏത് ഗ്രൂപ്പിലേക്കാണ് എത്തുക എന്നുള്ളത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ആ ഗ്രൂപ്പുകളിലുള്ള ടീമുകൾക്കും വലിയ ആകാംക്ഷ ഈ മത്സരങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ പാത്ത് എയിൽ നിന്ന് വിജയിച്ച് കയറുന്ന ടീമുണ്ടല്ലോ, പാത്ത് എയിൽ നിന്ന് വിജയിച്ച് കയറുന്ന ടീം വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിലേക്കാണ് എത്തുക. അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ കാനഡ, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ടീമുകളാണുള്ളത്. അപ്പോൾ പാത്ത് എയിൽ നിന്ന് വിജയിക്കുന്ന ടീം, അതായത് വെയിൽസ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഇന്ന് സെമി ഫൈനൽ മത്സരം അത് കാർഡിഫിൽ വെച്ച് നടക്കും. പിന്നെ ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് മത്സരം ബെർഗാമോ, ഇറ്റലിയിൽ വെച്ച് നടക്കും. ആണ് രണ്ടാമത്തെ സെമി ഫൈനൽ. ഇതിൽ വിജയിക്കുന്നവർ തമ്മിൽ ഫൈനൽ കളിക്കും. ആ വിജയിക്കുന്ന ടീം വേൾഡ് കപ്പിലേക്ക് പോകും. സോ ഇന്നത്തെ മത്സരം വെയിൽസ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മത്സരത്തിൻ്റെ പ്രഡിക്ഷനായിട്ട് ESPN പറയുന്നത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മുന്നോട്ട് പോകുമെന്നാണ്. വെയിൽസ് പരാജയപ്പെടാനാണ് സാധ്യത എന്ന്. അതേസമയം ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് മത്സരത്തിൽ ഇറ്റലി വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാത്ത് എയുടെ ഫൈനൽ വരിക ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും ഇറ്റലിയും തമ്മിലായിരിക്കും. അവർ ഇതിൻ്റെ പ്രഡിക്ഷൻ എന്താണ് എന്നുള്ളത് പിന്നാലെ പറയാം എന്നാണ്. അതായത് മൺഡേ ഈ കളിക്ക് മുന്നോടിയായിട്ട്, ഫൈനൽ മാച്ചിന് മുന്നോടിയായിട്ട് പറയാം എന്നാണ് പറയുന്നത്. ഏതായാലും ഫൈനലിലേക്ക് ഇപ്പോൾ ഇറ്റലിയും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും എത്തുമെന്നാണ് പ്രഡിക്ഷൻ. ഈ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, ഇതിൽ ഇറ്റലി വേൾഡ് കപ്പിന് യോഗ്യത നേടുമെന്നാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പാത്ത് ബിയിലേക്ക് വന്നാൽ, പാത്ത് ബിയിൽ നിന്ന് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ടീം വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് എഫിലേക്കാണ് എത്തുക. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ്, ജപ്പാൻ, ടുണീഷ്യ ടീമുകളാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇവിടെ പാത്ത് ബിയിലെ ഒരു സെമി ഫൈനൽ മത്സരം യുക്രൈനും സ്വീഡനും തമ്മിലാണ്. അത് സ്പെയിനിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. ഇതിൽ യുക്രൈൻ വിജയിക്കുമെന്നാണ് ഇപ്പോൾ ESPN FCയുടെ പ്രഡിക്ഷൻ. പോളണ്ടും അൽബേനിയയും തമ്മിലാണ് മറ്റൊരു സെമി ഫൈനൽ മത്സരമുള്ളത്. ഇന്നാണ് ആ കളി. വാഴ്സോയിൽ വെച്ച്, പോളണ്ടിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. ഇതിൽ അൽബേനിയ വിജയിക്കുമെന്നുള്ളൊരു വളരെ ബോൾഡായിട്ടുള്ള പ്രഡിക്ഷനിലേക്ക് പോകുന്നു. റോബർട്ട് ലെവൻഡോസ്കിയുടെ സംഘം പുറത്താകും എന്നാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഫൈനൽ യുക്രൈനും അൽബേനിയയും തമ്മിൽ വരും. സോ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, യുക്രൈൻ വേൾഡ് കപ്പ് കളിച്ചേക്കും ഏതാണ്. പാത്ത് സിയിലേക്ക് വന്നാൽ, പാത്ത് സിയിലെ വിന്നർ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഡിയിലേക്കാണ് എത്തുക. ഗ്രൂപ്പ് ഡിയിൽ ഓൾറെഡി ഉള്ളത് ആതിഥേയർ എന്ന നിലയിൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അതുപോലെ പിന്നെ പരാഗ്വേയും ഓസ്ട്രേലിയയുമാണുള്ളത്. സോ അവരിലേക്കായിരിക്കും പാത്ത് സിയിലെ വിന്നേഴ്സ് എത്താൻ പോകുന്നത്. പാത്ത് സിയിൽ ഒരു സെമി ഫൈനലിൽ തുർക്കിയയും റൊമാനിയയും തമ്മിലാണ്. ഇസ്താംബൂളിലാണ് ആ കളി. തീർച്ചയായിട്ടും സൂപ്പർ താരങ്ങളുള്ള തുർക്കിയെ, ആർദ ഗുളറിനെ പോലെ, കിനാൻ നീൽദിസിനെ പോലെയുള്ള താരങ്ങളുള്ള തുർക്കിയെ ഈ മത്സരം വിജയിക്കുമെന്നാണ് ESPN FCയുടെ പ്രഡിക്ഷൻ. സ്ലോവാക്യ വേഴ്സസ് കൊസോവോ ആണ് മറ്റൊരു സെമി ഫൈനലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് സ്ലോവാക്യ ഫൈനലിലേക്ക് എത്തുമെന്നാണ് ESPN FCയുടെ പ്രഡിക്ഷൻ. അപ്പോൾ ഫൈനലിൽ സ്ലോവാക്യയും തുർക്കിയും തമ്മിലായിരിക്കും. നമ്മുടെ ഒരു പ്രഡിക്ഷൻ തുർക്കിയെ വേൾഡ് കപ്പിന് എത്തുമെന്നാണ്. ദെൻ പാത്ത് ഡിയിലെ വിന്നർ എത്താൻ പോകുന്നത് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് എയിലേക്കാണ്. മെക്സിക്കോയും സൗത്ത് കൊറിയയും സൗത്ത് ആഫ്രിക്കയുമാണ് ആ ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഒരു സെമി ഫൈനൽ മത്സരം സെച്ചിയയും റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ESPN FC നടത്തുന്ന അയർലൻഡ് ഫൈനലിലേക്ക് എത്തുമെന്നാണ്. മറ്റൊരു കളി ഡെൻമാർക്കും നോർത്ത് മാസിഡോണിയയും തമ്മിലാണ്. സോ അതിൽ നോർത്ത് മാസിഡോണിയ വിജയിച്ചേക്കും എന്നാണ് ഇപ്പോൾ ESPN FCയുടെ പ്രഡിക്ഷൻ. അപ്പോൾ ഫൈനൽ അയർലൻഡും നോർത്ത് മാസിഡോണിയയും തമ്മിൽ വരും എന്ന് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, എങ്ങനെ സംഭവിച്ചാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തും എന്നാണ്. ഏതായാലും അതോടൊപ്പം തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ പാത്ത് വേ 1 വിന്നർ ഓഫ് DR കോങ്കോ ഇൻ ഫൈനൽ, വിന്നർ ഫേസസ് DR കോങ്കോ ഇൻ ഫൈനൽ. DR കോങ്കോ ഓൾറെഡി ഫൈനലിലാണ്. സോ ഈ
ഒരു പാത്തിൽ നിന്ന് വിജയിക്കുന്ന ഇന്റർകോണ്ടിൽ പ്ലേ ഓഫ് പാത്ത് വേ 1 നിന്ന് വിജയിക്കുന്ന ടീം ഗ്രൂപ്പ് കെയിലേക്കാണ് എത്തുക. വേൾഡ് കപ്പിൻ്റെ പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയുമാണ് ഗ്രൂപ്പ് കെയിലുള്ളത്. അപ്പോൾ ഇതിൽ പാത്ത് വേ 1 ന്യൂ കലഡോണിയയും ജമൈക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അതിൽ ജമൈക്ക വിജയിക്കും എന്നാണ് പ്രഡിക്ഷൻ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫൈനൽ ജമൈക്കയും DR കോങ്കോയും തമ്മിലായിരിക്കും. അതിൽ വിജയിക്കുന്ന ടീമായിരിക്കും വേൾഡ് കപ്പിലേക്ക് എത്തുക, പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തുക. പാത്ത് വേ 2 ഇറാഖാണ് ഫൈനലിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതിൽ വിന്നേഴ്സ് ഇറാഖുമായിട്ട് ഏറ്റുമുട്ടും. ബൊളീവിയ വേഴ്സസ് സൂരിനാം പോരാട്ടമാണ്. അപ്പോൾ അതിൽ സൂരിനാം വിജയിക്കുമെന്നാണ് ഇപ്പോൾ ഇവരുടെ പ്രഡിക്ഷൻ വരുന്നത്. അങ്ങനെയെങ്കിൽ സൂരിനാമും ഇറാഖും തമ്മിൽ ഫൈനൽ വരും. അതിൽ വിജയിക്കുന്ന ടീം വേൾഡ് കപ്പിന് യോഗ്യത നേടും. അപ്പം ഇറാഖ് എത്താനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നർത്ഥം. അങ്ങനെ ജയിക്കുന്ന ടീം വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുന്ന ടീം ഗ്രൂപ്പ് ഐയിലായിരിക്കും എത്തുക. ഫ്രാൻസും സെനഗലും നോർവേയുമാണ് ഓൾറെഡി ആ ഗ്രൂപ്പിലുള്ളത്. സോ അങ്ങനെയുള്ള വിജയികൾ ആ ഗ്രൂപ്പിലേക്ക് എത്തും എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയർ പ്ലേ ഓഫ് ഇന്നറിയാം പല വമ്പന്മാരുടെയും വിധി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.